ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ LBSലെ നമുക്കറിയാം, അതായത് നേഴ്സിങ്ങിൻ്റെയും അതേപോലെ തന്നെ അലൈഡ് പ്രോഗ്രാംസ്, അതായത് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, അതായത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ എപ്പോഴായിരിക്കും വരുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും വരുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും വരുന്നുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള മിക്ക കുട്ടികൾക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് വരുന്നതെന്നുള്ള ഒരു ഏകദേശ സമയവും ഡേറ്റും ഒക്കെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്ന് പറയാനായിട്ടുള്ള റീസൺ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതായത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, ഇപ്പോൾ ഒരു കറക്ഷൻ ടൈം പീരീഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കറക്ഷൻ ടൈം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അറിയാം ഇനി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ്, ട്രയൽ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, അതിൽ നിങ്ങളുടെ വന്നിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ചാണോ റാങ്ക് വന്നിരിക്കുന്നതെന്നും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതായത് ഇങ്ങനെ പറയാനായിട്ടുള്ള റീസൺ, ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ലിസ്റ്റിൽ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ LBS നമുക്ക് അതിനുള്ള ആ ഒരു ടൈം തരും. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈമും പിന്നീട് തരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇൻഡെക്സ് മാർക്ക് കറക്റ്റായിട്ടാണോ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി നമുക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഏകദേശം എപ്പോഴായിരിക്കും വരുന്നതെന്ന് നോക്കാം. ഏകദേശം ഒരു ഓഗസ്റ്റ് 7 കഴിയുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും നമുക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയും നമുക്ക് വരാനുള്ള, ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് 14 ആകുമ്പോഴത്തേക്കിനും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മിക്ക കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ് കോളേജ് ഓപ്ഷൻസ് എപ്പോഴാണ് ഇനിയും വെക്കേണ്ടതെന്ന്. കോളേജ് ഓപ്ഷൻസ് വെക്കേണ്ട കാര്യം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ കോളേജ് ഓപ്ഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് മാത്രം കോളേജ് ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് ഏകദേശം ഓഗസ്റ്റ് 14 ആകുമ്പോഴത്തേനും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കോളേജ് ഓപ്ഷൻസ് വെക്കണം. കോളേജ് ഓപ്ഷൻസ് നമുക്ക് ഏകദേശം 18th ഓഗസ്റ്റ് വരെ, 18th ഓഗസ്റ്റ് നമുക്ക് എപ്പോഴും അവർ ടൈം തരുമ്പോൾ ലാസ്റ്റ് ഡേറ്റിൻ്റെ കൂടെ 5 PM ആണ് തരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് 14 to ഓഗസ്റ്റ് 18 വരെ നമുക്ക് കോളേജ് ഓപ്ഷൻസ് വെക്കാം. അന്ന് ഒരു 5 മണി വരെ ആയിരിക്കും അവർ ആ ഒരു ടൈം തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഇനിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ കോളേജ് ഓപ്ഷൻസ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു പ്രിഫറൻസ് അനുസരിച്ച് മാത്രം നിങ്ങൾ കോളേജസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജസിലായിരിക്കും കറക്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് അവിടെയൊക്കെ തന്നെ കറക്റ്റായിട്ട് പ്രിഫറൻസ് അനുസരിച്ച് വെക്കുക. അപ്പോൾ വൺസ് നിങ്ങൾ കോളേജും കോഴ്സും എല്ലാം തന്നെ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വരും. അതായത് നമ്മളിപ്പോൾ 18th നമ്മൾ ഓപ്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഓഗസ്റ്റ് 19 തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ട് സിമിലറാണ്. അതായത് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് തന്നെ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരാം. ചിലപ്പോൾ ഏതെങ്കിലും കോളേജ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ മാറി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ നമുക്ക് കിട്ടിയത് അത് തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് വരുന്നുണ്ടാവുക. ഇനിയും ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളുടെ പേര് വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളാരും പേടിക്കണ്ട.
ട്രയൽ അലോട്ട്മെൻറ്റിൽ വരാത്ത സ്റ്റുഡൻസിന് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വരുന്ന കോളേജ് ആയിരിക്കും ഏകദേശം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. എന്നാലും നമുക്ക് 100% പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് മാറി വരാം. ചില സ്റ്റുഡൻസിനൊക്കെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ വരുന്ന ആയിരിക്കത്തില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ചേഞ്ചസ് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് ഓപ്ഷൻ അഡീഷനും അതേപോലെ തന്നെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ പറ്റും. അതായത് നമുക്ക് ഇനിയും ഓപ്ഷൻസ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ആ ഒരു ദിവസം തന്നെ നമുക്ക് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു ഏകദേശം നമുക്ക് August 19 തൊട്ട് August 30 വരെയുള്ള ഡേറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കറക്റ്റായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ LBSൽ അപ്ലൈ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. അതായത് LBSൽ വരുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം August 30 വരെ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു ടൈമുണ്ട്. റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞാൽ നമുക്ക് LBS ഒഫീഷ്യലായിട്ട് ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം September 1 വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഓഗസ്റ്റിലായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാം ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡേറ്റും ഇങ്ങനെ വൈകി പോകുന്നതാണ്. ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടാവാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നവംബറോടെ തന്നെ ക്ലാസ്സസൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ റെമിറ്റൻസ് ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ലാത്തൊരു കോളേജാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കോളേജ് കിട്ടിയിട്ട് നിങ്ങൾക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. നിങ്ങളവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഇതിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടെമ്പററി ആയിട്ടെങ്കിലും നിങ്ങളവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഒരു അലോട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് ആർക്കും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ കാര്യം എല്ലാവരും തന്നെ ഓർക്കണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഒന്നും തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീ റെമിറ്റൻസിന് അവർ ഡേറ്റ് തരുന്നുണ്ടാവുക ഏകദേശം September 5 വരെ ആയിരിക്കും. നിങ്ങൾ ഡേറ്റ് ഞാൻ പറയുന്ന എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഏകദേശം ആ ഒരു ഡേറ്റിന് തന്നെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ റാങ്ക് ലിസ്റ്റൊക്കെ തന്നെ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം September 8 ആകുമ്പോഴത്തേക്കിനും പബ്ലിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് September 1 വന്നതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏകദേശം September 8 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളേജ് ലഭിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫീസും കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ടോക്കൺ ഫീസ് കൊടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ടോക്കൺ ഫീസ് നമുക്ക് ബാങ്ക് വഴിയും കൊടുക്കാം. അതേപോലെ തന്നെ ഡയറക്റ്റ് കോളേജിൽ പോയിട്ടും കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കാത്തവർക്ക് ബാങ്ക് വഴി ഓൺലൈൻ ത്രൂ നമുക്ക്
ടോക്കൺ ഫീസ് അടയ്ക്കാവുന്നതാണ്. മിക്ക കുട്ടികൾക്കും ചിലപ്പോൾ ഡൗട്ട് വരാം, കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അടച്ചാൽ എന്താണ്. കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അടയ്ക്കുന്നതിന് നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ പോകാൻ പറ്റില്ല, ഓൺലൈൻ വഴിയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ ഓൺലൈൻ വഴിയും നമുക്ക് അടയ്ക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ അടച്ചതിൻ്റെ ആ റെസിപ്റ്റൊക്കെ തന്നെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. പിന്നീട് കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളതവിടെ കാണിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 8 കഴിഞ്ഞ് സെപ്റ്റംബർ 11 വരെ നമുക്ക് ഫീസ് കൊടുക്കാം. അതേപോലെ തന്നെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് സെപ്റ്റംബർ 8 ടു സെപ്റ്റംബർ 11 ആ ഒരു ടൈമിൽ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഫീസ് കോളേജിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കാനായിട്ടും ഒക്കെ തന്നെ സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന എല്ലാവർക്കും അറിയാം തേർഡ് അലോട്ട്മെൻ്റ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം സെപ്റ്റംബർ 15 വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീ റെമിറ്റൻസ് നമുക്ക് ഏകദേശം സെപ്റ്റംബർ 17 വരെ അടയ്ക്കാം. അതേപോലെ തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻ്റ് ഒന്നും കാണില്ല. എന്തായാലും നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു എവിടെയാണോ LBSൻ്റെ സെൻറ്റർ ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം സെപ്റ്റംബർ 19 കൂടി കറക്റ്റായിട്ട് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റ്സും LBSൻ്റെ കഴിയും. തേർഡ് അലോട്ട്മെൻറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം സീറ്റ് വേക്കൻസി അനുസരിച്ച് നമുക്ക് സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ തന്നെ നടക്കും. ഏകദേശം സെപ്റ്റംബർ 19 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഏകദേശം നവംബർ വരെ പോവാം, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ സ്റ്റാർട്ടാവാം. അപ്പോൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും സീറ്റ് വേക്കൻസി അനുസരിച്ച് ഒരു സൈഡിൽ സ്പോട്ട് അലോട്ട്മെൻറ്റും നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അതായത് നിങ്ങൾക്ക് ഏകദേശം സെപ്റ്റംബർ 19 അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കിനും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അഡ്മിഷൻ എടുക്കാൻ പോകാതിരിക്കരുത്. നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മിക്ക കുട്ടികളും ചെയ്യുന്നൊരു തെറ്റാണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വരട്ടെ, അപ്പോൾ നമുക്ക് ഏത് കോളേജിലാണ് കിട്ടുന്നത് നോക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫീസൊക്കെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ പോയിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഫീസൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് ടോക്കൺ ഫീസ് അതാത് കോളേജിൽ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞത് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. LBSൻ്റെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗം തന്നെ നടക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഓഗസ്റ്റായി, ഇനിയും ഏകദേശം സെപ്റ്റംബറോട് കൂടിയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുമ്പോൾ നവംബറിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നവംബറോട് കൂടി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്നാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട. എത്രയും വേഗം തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡേറ്റൊക്കെ തന്നെ നോക്കി വയ്ക്കുക. ഏകദേശം ഈ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിന് ശേഷമോ വേഗം തന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. അതനുസരിച്ച് കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ അറിയിക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിങ്ങിൻ്റെ ഒക്കെ തന്നെ ഫീസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. BSc നഴ്സിങ്ങിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അത് പോയി കാണുക. സെൽഫ് ഫിനാൻസിങ്, അതേപോലെ ഗവൺമെൻറ് കോളേജ്, എല്ലാ തരം കോളേജ് CPAS PNC MAK വഴി കിട്ടുന്ന കോളേജിലൊക്കെ തന്നെ നമുക്ക് എത്ര ആയിരിക്കും ഫീസെന്ന് ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസും നിങ്ങളെല്ലാവരും തന്നെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.